Hello everyone, welcome to another video of Insight Research Analytics. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ അതോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോക്സ് വിറ്റ് കഴിയുമ്പോൾ ടാക്സ് കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ 2024-25 ബാധകമായ സ്റ്റോക്ക് പ്രോഫിറ്റ് ടാക്സിനെ പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരു സ്റ്റോക്സ് വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം നമുക്ക് മൂന്നായി തരംതിരിക്കാം. അതിലാദ്യത്തേത് 12 മാസത്തിന് മുകളിൽ നിങ്ങൾ ഒരു സ്റ്റോക്സ് ഹോൾഡ് ചെയ്തതിനു ശേഷം അത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 12.5% ടാക്സ് നൽകേണ്ടി വരും. നമുക്ക് ഇതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ, ഒരു ദിവസത്തിന് മുകളിൽ പക്ഷേ 12 മാസത്തിന് താഴെ നിങ്ങൾ ഒരു സ്റ്റോക്സ് ഹോൾഡ് ചെയ്തതിനു ശേഷം വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 20% ടാക്സ് നൽകേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തത്, അന്നേ ദിവസം തന്നെ സ്റ്റോക്സ് വാങ്ങി അന്നേ ദിവസം തന്നെ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിന് 30% നമ്മൾ കൊടുക്കേണ്ട ടാക്സ്. പക്ഷെ ഇതിന് നമുക്കൊരു സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകമായി കണക്കാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റായി ലഭിച്ചു. ഇതിന് 30% നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ്. പക്ഷേ നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ ആക്യുറസി കൂട്ടാനായി നിങ്ങൾ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏകദേശം 20,000 രൂപ. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ആയ 1 ലക്ഷത്തിൽ നിന്ന് 20,000 കുറച്ച് 80,000 രൂപയുടെ മാത്രം ടാക്സ് നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമായി 1.25 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ടാക്സ് ഫ്രീ ആണ് നടത്തം. ഇനി രണ്ടാമതായി, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഈ ഒരു വർഷം നഷ്ടം വന്നെന്ന് കരുതുക. അടുത്ത വർഷം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ലാഭമുണ്ടായി. ഈ 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ച് 4 ലക്ഷത്തിന്റെ ടാക്സ് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഈ ഒരു ലക്ഷത്തിന്റെ ലോസ് നിങ്ങൾക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധിക്കും. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കിയാലോ. അതിന് ഉദാഹരണമായി നോബിൾ എന്ന വ്യക്തിയുടെ പോർട്ട്ഫോളിയോ നമുക്ക് എടുക്കാം. നോബിൾ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണ്. അദ്ദേഹം 20 ലക്ഷം രൂപ ഇൻവെസ്റ്റും ചെയ്തിട്ടുണ്ട്. ആദ്യ 6 മാസത്തിൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. പക്ഷേ പിന്നീടുള്ള 6 മാസത്തിൽ മാർക്കറ്റ് ചില മോശമായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയതിനാൽ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ വാല്യൂ 25 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായി കുറഞ്ഞു. അതായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ നോഷണൽ ലോസ് ഇവിടെ കാണിക്കുന്നു. ഇനി നമുക്കൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ ഒരു 2 ലക്ഷം രൂപയുടെ നോഷണൽ ലോസ് നമുക്ക് റിയലൈസ് ചെയ്യാം. അതായത് നോബിളിന് 3 ലക്ഷം രൂപയുടെ ടാക്സ് മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ. അതായത് 60,000 രൂപ. നോബിൾ ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ ടാക്സ് ഇനത്തിൽ നോബിൾ അടക്കേണ്ടി വരും. ഇവിടെ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചതുകൊണ്ട് 40,000 രൂപയാണ് നോബിളിന് ടാക്സ് ഇനത്തിൽ ലാഭമുണ്ടായത്. ചിലപ്പോഴെങ്കിലും നമ്മൾ വിറ്റ സ്റ്റോക്സ് അതിനേക്കാൾ കുറച്ച് റേറ്റിന് നമുക്ക് മേടിക്കാനുള്ള സാഹചര്യം മാർക്കറ്റ് തരാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ 8 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധിക്കും. ഇനി എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകമായി കണക്കാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ പരമാവധി 4 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇനി 4 വർഷത്തിന് ശേഷം എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നുമല്ല. ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണയായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി, വീട്ടമ്മമാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്